നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 2024 മുതലാണ് കോർ പേപ്പർ മാത്രം 75 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിക്ക് CUT എക്സാം മാറ്റിയത്. അതുവരെ 100 ക്വസ്റ്റ്യൻസ് 25 ജനറലും എബിലിറ്റി ഒക്കെ നോക്കുന്നത്, ബാക്കി 75 കോറുമായിരുന്നു. അതായത് 2023 തന്നെ പാർട്ട് എ 25 ക്വസ്റ്റ്യനും പാർട്ട് ബി കോർ സബ്ജക്റ്റിന് 75 ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് കോർ പേപ്പറുള്ള സാധനം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് പാർട്ട് ബി സൈക്കോളജി എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ 26ാമത്തെ ക്വസ്റ്റ്യൻ നമ്പറിനായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണെന്നറിയോ, മാക്സിമം വോയിസ് ഓൺ ആക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് വേഗത്തിൽ പോവാം. എന്നാലും എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയാവുന്നേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് റിവിഷൻ പോലെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: given below are two statements about function of the central executive working memory. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ഏതൊക്കെയാണ് ട്രൂ ഏതൊക്കെയാണ് ഫാൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചിട്ട് വേഗം ഉത്തരം പറഞ്ഞേ. ഫുൾ സ്ക്രീൻ ആക്കാമോ? എങ്ങനെയാ ഫുൾ സ്ക്രീൻ ആക്കാം? ഓക്കെ, ഇതൊക്കെ ആണോ? പക്ഷെ ഇതിപ്പോ ചെറുതായിട്ടല്ലേ കാണുന്നേ? ഇപ്പൊ ഓക്കെ ആണോ? അപ്പൊ റെസ്പോണ്ട് ചെയ്യും, ഉത്തരം പറ. എന്താണ് എല്ലാരും ഉണ്ടായിരിക്കണേ? നമ്മുടെ അലൻ ബാഡ്ലിന്റെയും ഹിറ്റ്സിന്റെയും ഒരു മെമ്മറി മോഡലായിരുന്നു വർക്കിംഗ് മെമ്മറി മോഡൽ. അതിൽ അവർ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പാർട്ട്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. ഒന്ന് പറയുന്നത് ദ എബിലിറ്റി ടു കോർഡിനേറ്റ് പെർഫോമൻസ് ഓൺ ടു സെപ്പറേറ്റ് ടാസ്ക് ആൻഡ് ടു സ്വിച്ച് ബിറ്റ്വീൻ ദം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റിട്രീവൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും എക്സിക്യൂട്ടീവ് മെമ്മറിന്റെ സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ ഫങ്ഷൻസ് ആണോ അല്ലയോ? അത് പറഞ്ഞാൽ മതി. ഇത്ര ഉള്ളു ചോദ്യം. എന്താടാ? എന്നാലും ഇത് രണ്ടും സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ എങ്ങനെ? അതല്ല നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാവില്ല, അപ്പൊ നെറ്റ് ഉണ്ടാവില്ല എന്ന് പറയും. ആരോ മൈക്ക് ഓൺ ആണല്ലോ. ഈ നെറ്റിലോ അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ട്രൂ ആണെന്നുള്ളതാണ്. ഇത് രണ്ടും സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ ഫങ്ഷൻസ് തന്നെയാണ്. ഇപ്പോ ഓപ്ഷൻ എ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ എന്നതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് രണ്ടും സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, നിങ്ങൾ ഞാൻ ഉണ്ടായിരിക്കില്ല കേട്ടോ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ, അല്ലേ നമുക്കൊരു ടെസ്റ്റിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. Then the first question. Second question, DSM-5 dash എന്താണ്? DSM-5 വന്നപ്പോ മെയിൻ ആയിട്ട് വന്ന ഒരു ചേഞ്ച് എന്തായിരുന്നു? ഓക്കെ, ഓപ്ഷൻ 2 പറയുന്നുണ്ട്. അപ്പോ അതന്നെയാണ് ഉത്തരം വരുന്നത്. DSM-4 TR വരെ പല ആക്സിസ് ആയിട്ട് പല ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. DSM-ന്റെ ആ ഒരു സീരീസിൽ എന്താണ് DSM-4 TR വരെ പല ആക്സിസ് ആയിട്ട് ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരുന്നു. പക്ഷെ DSM-5 ആയപ്പം അങ്ങനെ ഒരു ആക്സിസ് സിസ്റ്റം അവരവിടെ എടുത്തു മാറ്റാണ് ചെയ്തത്. അതിന്റെ ഉത്തരം വരുന്നത് അബാൻഡന്റ് മൾട്ടി ആക്സസ് സിസ്റ്റം എൻറ്റയർലി എന്നുള്ളതാണ് DSM-5 ആയപ്പോൾ വന്ന മെയിൻ ചേഞ്ച്. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ അസംപ്ഷൻ ഓഫ് അറൗസൽ തിയറി? അറൗസൽ തിയറിന്റെ അസംപ്ഷൻ ആയിട്ട് വരുന്നത് താഴത്തെ നാലെണ്ണത്തില്
ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും? അറോസൽ തിയറിയിൽ മെയിൻ ആയിട്ട് ഒരു ഒപ്റ്റിമൽ ലെവൽ അറോസലിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇതിൽ ഏതൊക്കെയായിരിക്കും? ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു പോകും, നിങ്ങൾക്ക് ടൈം കുറവാണ്. അപ്പൊ ഇതില് രണ്ട് കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട് ആക്ച്വലി. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ആൻസർ ആണ്. അറോസൽ തിയറിയിൽ അസംഷൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറോസൽ എക്സിസ്റ്റ് ഫോർ ഈച്ച് പേഴ്സൺ എന്നതും ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറോസൽ എക്സിസ്റ്റ് ഫോർ വേരിയസ് ആക്ടിവിറ്റീസ് എന്നുള്ളതും അറോസൽ തിയറിന്റെ അസംഷൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഇതിന് രണ്ട് ആൻസേഴ്സ് കറക്റ്റ് ആയി വരുന്നുണ്ട്. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഏതെഴുതിയാലും ആ രണ്ടെണ്ണത്തിൽ ഏതെഴുതിയാലും മാർക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറലിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി. ഇത് നിങ്ങൾ പറയണം. എന്താണ് സ്ട്രക്ചറലിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി? താഴെ പറയുന്നവയിൽ വരട്ടെ, ഇത് മിണ്ടത്തെ. എ ആണ് ഓപ്ഷൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. യൂസ്ഡ് ഇൻട്രോസ്പെക്ഷൻ ടു അനലൈസ് കോൺഷ്യസ് എക്സ്പീരിയൻസസ്. നമുക്കറിയാം ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസ്റ്റ് സ്കൂളിന്റെ അണ്ടറിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം. കോൺഷ്യസ് എക്സ്പീരിയൻസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻട്രോസ്പെക്ഷൻ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ മൂൺ ഇല്യൂഷൻ ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ. മൂൺ ഇല്യൂഷൻ എന്താണ്? മൂൺ ഇല്യൂഷൻ, മൂണ് നമ്മളെ കറക്റ്റ് മേലെ ആവുന്നേക്കാട്ടിലും ഹൊറൈസോണിൽ ആവുമ്പോൾ നമുക്ക് മൂണിന് ഒന്നുകൂടെ ബിഗർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതെ, നമുക്ക് അങ്ങനെ തോന്നും. ആ ഒരു ഇതിനെ ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ 2. ഓപ്ഷൻ ഓപ്ഷൻ ബി മാം. ഓക്കെ, അല്ല, ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. എഫക്ട് ഓഫ് ഡെപ്ത് ക്യൂസ് ഓൺ അപ്പാരന്റ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. അതായത് ഈ മൂൺ ഈ പറയുന്ന പോലെ ഹൊറൈസോണിന്റെ അടുത്താവുമ്പം നമ്മളെ ബ്രെയിൻ അവിടെ പല ഡെപ്ത് ക്യൂസിനെയും അവിടെ ആക്റ്റീവ് ആക്കും. ലൈക്ക് പാരലൈൻസിന്റെ കൺവേർജൻസ്, അവിടുത്തെ ടെക്സ്ചർ ഗ്രേഡിയന്റ്, അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ്, അങ്ങനെ തുടങ്ങിയ പല ഡെപ്ത് ക്യൂസിനെയും അവിടെ വർക്കിംഗ് ആവും. അങ്ങനെ നമുക്ക് ഈ ഹൊറൈസോണിലാകുമ്പോൾ മൂണിന് ഒന്നുകൂടെ വലുതായി തോന്നും. അപ്പോ ഇവിടെ ഉത്തരം വരുന്നത് ഡെപ്ത് ക്യൂസ് ഓൺ അപ്പാരന്റ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ഉത്തരം വരാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കീ ആസ്പെക്ട് ഓഫ് തെറാപ്പി ബേസ്ഡ് ഓൺ എക്സിസ്റ്റൻഷ്യലിസം ഈസ്. എക്സിസ്റ്റൻഷ്യലിസം ബേസ്ഡ് ആയ തെറാപ്പീസിന്റെ മെയിൻ ആസ്പെക്ട് എന്തായിരുന്നു? മെയിൻ ആസ്പെക്ട് എക്സിസ്റ്റൻഷ്യലിസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോറൻ കീക്കാർഡാണ് ആൻഡ് ഫാദർ എന്നൊക്കെ നമ്മൾ പഠിച്ചത്. ആൻഡ് അതിലെന്താണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളാണ് റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ചോയ്സ് ആണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവമായിരുന്നു എക്സിസ്റ്റൻഷ്യലിസം. നമ്മൾ ആ മീനിങ് ഓഫ് ലൈഫ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്കൂളായിരുന്നു. അപ്പൊ അവരുടെ തെറാപ്പിയുടെ മെയിൻ ആസ്പെക്ട് എന്തായിരിക്കും? കമന്റ് വരുന്നുണ്ട്. കമന്റ് ഇല്ല, ഇതിന്റെ ഇടയിൽ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതാണ് ഞാൻ നിങ്ങളുടെ വോയിസ് അണക്കാൻ പറയുന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്. ബിലീവിംഗ് യു ആർ കാപ്പബിൾ ഓഫ് മേക്കിംഗ് ചോയ്സസ് അബൌട്ട് ഹൂ യു വാണ്ട് ടു ബി. അതന്നെയാണ് ഇതിന്റെ ഉത്തരം എന്നത്. എക്സിസ്റ്റൻഷ്യലിസം തെറാപ്പിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു സംഭവം തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, Tuhina, 18-month-old, is preoccupied with pointing at things and asking what they are. Her behavior is characterized by. ഈ ചെറിയ പിള്ളേരുണ്ടാവല്ലോ, കണ്ടത് എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും. ഓരോന്ന് ചൂണ്ടിയിട്ട് അതെന്താണ് ഇതെന്താണ് അങ്ങനെ ആര് ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ. ആ പറയുന്ന ഒരു ബിഹേവിയർ താഴെ പറയുന്നതില് എന്താണ് എന്നുള്ളതാണ്. ഏതായിരിക്കാം? ജസ്റ്റ് നിങ്ങൾക്ക് ആ ഓപ്ഷൻസിന് വായിക്കുമ്പം മനസ്സിലാവും. ഞാൻ തന്നെ ആ ഓപ്ഷൻ ഓപ്ഷൻ എ. അതെ, ഓപ്ഷൻ എ ആണ്. നെയിമിങ് എക്സ്പ്ലോഷൻ ആണ് ഉത്തരം വരുന്നത്. ഈ ഓരോന്ന് ചൂണ്ടിയിട്ട് അതെന്താണ് ഇതെന്താണ് ചോദിക്കുന്ന ആ ഒരു സംഭവത്തിന് നമ്മൾ നെയിമിങ് എക്സ്പ്ലോഷൻ എന്നാണ് പറയാ. ഓപ്ഷൻ എ ആണ് ഉത്തരം.
അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, തം സക്കിംഗ് at the adult stage is a fixation at dash stage of psychosexual development given by Freud. ഏത് സ്റ്റേജില് ഫിക്സേഷൻ വരുമ്പോഴാണ് തം സക്കിംഗ് കാണിക്കുക അഡൾട്ട്ഹുഡില്? Oral. അതെ, ഓറൽ തന്നെയാണ്. ഓപ്ഷൻ സി ഓറൽ ആണ് ഉത്തരം. ഓറലിലെ ഫിക്സേഷൻ വരുമ്പോഴാണ് തം സക്കിംഗ് ബിഹേവിയർ ഉണ്ടാവുന്നത്. സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ദിസ് ഇസ് ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ. കുറെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡ്രോപ്ഡ് ആണ്. അതായത് ഒന്നെങ്കിൽ ചോദ്യം തെറ്റായിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ഉത്തരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓപ്ഷൻ തെറ്റായിരിക്കും. അങ്ങനെ കുറച്ച് കാരണങ്ങളുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇതിൽ ക്വസ്റ്റ്യൻ തെറ്റുണ്ട്. ഇതിന്റെ ഉത്തരം ശരിക്കും നോം റെഫറൻസിലാണ് വരേണ്ടത്. പക്ഷെ ഇതിൽ ഓപ്ഷൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ക്വസ്റ്റ്യൻ തെറ്റാണ്, അപ്പൊ അത് ഡ്രോപ്ഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. An electric nerve impulse that travels through a neuron when it is set off by a trigger, changing the neuron's charge from negative to positive. എന്താണ് പറയാ? ന്യൂറോൺസിന്റെ ചാർജിനെ നെഗറ്റീവ് ടു പോസിറ്റീവ് ആക്കിക്കൊണ്ട് ഇലക്ട്രിക് നെർവ് ഇമ്പൾസ് കടന്നു പോവാണ്. ഇവിടെ എന്താണ്? കമന്റ് ഇടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതേ ചെയ്യണം. ഞാനിതിനെ സൈഡിൽ വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ചെറുതാക്കാൻ പറ്റത്തില്ല. എന്തായാലും ഓപ്ഷൻ 1ഉം സിയും ഒക്കെ വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഉത്തരം വരുന്നത്. ഒരു ചാർജ് മാറ്റിക്കൊണ്ട് ഈ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഒരു ഇമ്പൾസ് കടന്നു പോകുമ്പോൾ ന്യൂറോണിന്റെ ചാർജ് വന്ന ട്രിഗർ. ഇവിടെ അതിനെ നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് പറയാ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരാ. നമ്മള് കമന്റ് ഇടല്ലോ കേട്ടോ, പിന്നെ അത് എടുത്ത് നോക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. നിങ്ങള് മൈക്കോൺ ആയിക്കോ, പ്രശ്നമൊന്നുമില്ല, നമ്മളതിനുള്ള വിടാ. അതിന്റെ ഉത്തരം ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ ബെൽ ഷേപ്ഡ് കർവ് ഓർ നോർമൽ കർവ് ഈസ് ഡാഷ്. ഏതാണ് ബെൽ ഷേപ്ഡ് കർവ്? എന്താ നമ്മള് പേര് പറയാ? നോർമൽ കർവ്. സ്ട്രെയിറ്റ് ലൈൻ ആണ് കണക്കൂട്ടണേ. അങ്ങനെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് ഉണ്ടെങ്കിൽ അതിന് എന്താ പേര് പറയാം? മീസോകോട്ടിക് ആട്ടോ. നോർമൽ കർവിന് നമ്മൾ പറയുന്നത് മീസോകോട്ടിക് എന്നാണ്. ഇത് കുറച്ചുകൂടെ ഹൈറ്റിൽ ഇങ്ങനെ വരുന്നെങ്കിൽ ഇതിനെന്ത് പറയും? എന്താ മിണ്ടാത്തെ? വലുതിന്റെ പേരെന്താ? ഹൈറ്റ് കൂടുതലാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷന്റെ പേരെന്താ? ആ കർവിന്റെ പേരെന്താ? മീസോകട്ടിക് ആണ്. സോറി, ലെപ്റ്റോകട്ടിക് ആണ്. നോർമൽ അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് കർവ് ആണെങ്കിൽ മീസോകട്ടിക്. ഈ ഹൈറ്റ് കൂടിയിട്ടുള്ള കർവിന് നമ്മൾ പറയുന്നത് ലെപ്റ്റോകട്ടിക്. പിന്നെ കുറച്ചുകൂടെ ഇങ്ങനെ വരുന്ന കർവ് ആണെങ്കിൽ അത് പ്ലാറ്റികട്ടിക്. ഓക്കെ, ഈ 3 ടൈപ്പ് ഓഫ് കർവ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇതാണ് നോർമൽ കർവ്, മീഡിയം. ഈ ഒരു ബെൽ ഷേപ്ഡ് കർവ് ഇതാണ് മീസോകട്ടിക്. ഇവിടെ ഇതിന്റെ ഉത്തരം മീസോകട്ടിക് ആണ്. ഇത് നോർമൽ കർവ് ചോദിച്ചിട്ടുള്ളത്, അത് മീസോകട്ടിക്. ഇത് വരുന്നത് ലെപ്റ്റോകട്ടിക്. ഈ താഴെ ഈ പോകുന്ന കർവിന് നമ്മൾ പ്ലാറ്റികട്ടിക് എന്ന് പറയും. ഈ 3 ടൈപ്പ് ഓഫ് കർവ്സ് ആണ് ഉള്ളത്. ഇപ്പൊ ചോദ്യത്തിലുള്ളത് ബെൽ ഷേപ്ഡ് അല്ലെങ്കിൽ നോർമൽ കർവ്, അതിന് നമ്മൾ മീസോകട്ടിക് എന്ന് പറയും. ഓക്കെ. ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ പറയണേ. ഡൗൺ സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എൻ എക്സ്ട്രാ ഡാഷ് ക്രോമസോം. ഏത് ക്രോമസോമിന്റെ ഒരു എക്സ്ട്രാ എമൗണ്ട് കാരണമാണ് ഡൗൺ സിൻഡ്രോം വരുന്നത്? ട്രൈസോമി ഓഫ് ഡാഷ് എന്നും അറിയപ്പെടും. ഞാൻ ഡൗൺ സിൻഡ്രോം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ട്രൈസോമി ഓഫ് ഡാഷ് എന്നും ഈ അസുഖത്തിന് അറിയപ്പെടും. ഏത് ക്രോമസോമിന്റെ അഡീഷണൽ കോപ്പി കാരണമാണ്? ഏതാ? 21 ആണോ? അതെ, 21 ആണ്. 21ന്റെ അഡീഷണൽ കോപ്പി കാരണമാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത്. ട്രൈസോമി ഓഫ് 21 എന്നും ഡൗൺ സിൻഡ്രോമിനെ അറിയപ്പെടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 21 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്ലഡിങ് ഇസ് എ മെത്തേഡ് അണ്ടർ ഡാഷ്. ഫ്ലഡിങ് ഇതിൽ ഏത് തെറാപ്പീന്റെ അണ്ടറിൽ വരുന്ന മെത്തേഡ് ആണ്?
നിങ്ങളെ ലേണിംഗിൽ ഇതൊക്കെ നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവും, എന്താണ് ഫ്ലഡിങ്ങും കാര്യങ്ങളൊക്കെ. അത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? ലേണിംഗ് എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമല്ലോ. ഏതിന്റെ അണ്ടറിലായിരിക്കും? ഓപ്ഷൻ എ. അതെ, ഓപ്ഷൻ എ, ബിഹേവിയർ തെറാപ്പിന്റെ അണ്ടറിലാണ് ഫ്ലഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ് വരിക. സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ബിഹേവിയർ തെറാപ്പിന്റെ അണ്ടറിൽ നമ്മൾ ലേണിംഗിൽ ഏതിന്റെ അണ്ടറിലായിരുന്നു? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ അണ്ടറിലായിരുന്നു ഫ്ലഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതിന്റെ ബിഹേവിയർ തെറാപ്പിന്റെ അണ്ടറിലാണ് ഫ്ലഡിങ് വരുന്നത്. ഉം. അടുത്ത ക്വസ്റ്റ്യൻ. സം പീപ്പിൾ ഷോ പ്ലഷർ വൈൽ അതേഴ്സ് ആർ ടെറിഫൈഡ് വൈൽ റൈഡിങ് എ റോളർ കോസ്റ്റർ. ഡാഷ് അപ്രൈസൽ ട്രിഗർ ദിസ് ഡിഫറെന്റ് ഇമോഷണൽ എക്സ്പീരിയൻസ്. ഓക്കെ, ചിലർക്ക് റോളർ കോസ്റ്റർ നല്ല പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും, ചിലർ ടെറിഫൈഡ് ആയിരിക്കും. അത് എന്ത് അപ്രൈസൽ കാരണമാണ് ഈ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാകുന്നത്? ഓക്കെ, കോഗ്നിറ്റീവ് അപ്രൈസൽ കാരണമാണ്. കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുമ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അവിടെ അനലൈസ് ചെയ്യാണ്. ഈ സിറ്റുവേഷൻ ത്രെട്ട് ആണോ അല്ലെങ്കിൽ എന്താണെന്നുള്ള ആ ഒരു അനലൈസ് ചെയ്യുന്നത് നമ്മൾ കോഗ്നിറ്റീവ് അപ്രൈസൽ എന്നാണ് പറയാ. അപ്പം ചിലർ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ചിലർക്ക് അത് നല്ല ത്രെട്ട് ആയിട്ട് തോന്നില്ല, അവരത് പ്ലഷറബിൾ ആയിട്ട് എൻജോയ് ചെയ്യും. ചിലർക്ക് അത് ത്രെട്ട് ആയിട്ട് അല്ലെങ്കിൽ ഡേഞ്ചർ ആയി തോന്നുമ്പോൾ അവർക്ക് അത് ടെറിഫൈഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ കോഗ്നിറ്റീവ് അപ്രൈസൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് അപ്രൈസൽ വഴിയാണ് ഇവരിത് എങ്ങനെയാണ് ഇതിനെടുക്കുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് അപ്രൈസൽ ആണ് ഉത്തരം വരിക. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു യൂസ്ഡ് ഒബ്ജക്റ്റീവ് ഇൻട്രോസ്പെക്ഷൻ ടു സ്റ്റഡി ഹ്യൂമൻ പ്രോസസ്? ഒബ്ജക്റ്റീവ് ഇൻട്രോസ്പെക്ഷൻ ആരാണ്? ആരാണ്? ഏത് സ്കൂളിന്റെ അണ്ടറിലാണ് വരുന്നത്? എന്താണ്? ആരാണ്? തേർഡ് വൺ. ആരാ? വില്യം വുഡ് ആണോ? അതെ, വലിയ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒബ്ജക്റ്റ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സെയിം ഒരു ഇൻട്രോസ്പെക്ഷന്റെ ക്വസ്റ്റ്യൻ നോക്കിയായിരുന്നു. സ്ട്രക്ചറലിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ അവിടെ വൂണ്ട് തന്നെയാണ് മെയിൻ. അപ്പൊ ഓപ്ഷൻ സി വൂണ്ട് ആണ് ഉത്തരം. വലിയ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ മീൻ ഓഫ് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കോർസ് കൺവേർട്ടഡ് ടു Z സ്കോർ ഇസ് ഓൾവേസ് ഡാഷ്. എന്താണ് Z സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏത് ഡിസ്ട്രിബ്യൂഷനും Z സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ മീൻ എന്തായിരിക്കും? ഇതൊരു എന്താ പറയാ, ഒരു യൂണിവേഴ്സൽ ഒരു പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ കൺവേർട്ട് ചെയ്യുമ്പോൾ മീൻ ഇന്നതായിരിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്. അതിൽ മീൻ എന്തായിരിക്കും എപ്പോഴും? വൺ ആണോ? അല്ല, 0 ആണ് ഉത്തരം വരാ. അതായത് ഏതൊരു ഡിസ്ട്രിബ്യൂഷനെയും Z സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ മീൻ എപ്പോഴും 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും 1ഉം ആയിരിക്കും. ഓക്കെ, മീൻ എപ്പോഴും 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും 1ഉം ആയിരിക്കും. അത് മാറിപ്പോരുത്. ഇതൊരു ഒരു എന്താ പറയുക, ഒരു ഫാക്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയാലും കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായാലും മീൻ 0 ആയിരിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ മീനാ ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ 1, മീൻ ആയതുകൊണ്ട് മീൻ എപ്പോഴും 0 ആയിരിക്കും, 0 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസൻസ് ഓഫ് എംപതി ഇൻ നൈറ്റിംഗേൽ ആൻഡ് ലസ്റ്റ് ഫോർ പവർ ഇൻ നെപ്പോളിയൻ ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ്. ഇത് റൈറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഉത്തരം വരുന്നത് കാർഡിനൽ ട്രൈറ്റ് ആണ്. അതായത് ഒരാള് അയാളില് ഡൊമിനന്റ് ആയി നിൽക്കുന്ന ക്യാരക്ടറിനെ കാണിക്കുന്ന ട്രൈറ്റ് ആണ് കാർഡിനൽ ട്രൈറ്റ്. ഇവിടെ പറയുന്ന എക്സാമ്പിളില് നെയ്റ്റിംഗലിനെ നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നത്? അവരുടെ എമ്പതി, അല്ലെങ്കിൽ ഇപ്പൊ നെപ്പോളിയൻ ആണെങ്കിൽ ആളുടെ ആ ഒരു പവർ ഒക്കെ വെച്ചിട്ടാണ് അയാൾ നമ്മളെ അറിയപ്പെടുന്നത്. അപ്പൊ ഒരാൾ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ അയാളിൽ ഡൊമിനന്റ് ആയി നിൽക്കുന്ന ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ അയാൾ അറിയാം. അപ്പൊ ആ ഡൊമിനന്റ് ആയി നിൽക്കുന്ന ട്രൈറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിന് നമ്മൾ കാർഡിനൽ ട്രൈറ്റ് എന്നാണ് പറയാം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാർഡിനൽ ട്രൈറ്റ് ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നിങ്ങൾ പറയണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോറിലേഷൻ കോഎഫിഷ്യൻ വുഡ് ബി കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് സ്ട്രോങ്സ്റ്റ് വൺ? സ്ട്രോങ്സ്റ്റ്, ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഏതാ ഇതില്?
ഏതാടാ സ്ട്രോങ് ഏതാ ഇതില്? ഫസ്റ്റ് വണ്ണാണോ? ഓക്കെ, ഫസ്റ്റ് വൺ ആണോ ചോദിക്കുന്നുണ്ട്. ഇത് മേ ബി നിങ്ങൾക്ക് ആ ഒരു സൈന് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അത്ര പ്രശ്നമൊന്നും ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരാം. -88 ആണ് വരാം. സൈൻ വെച്ച് നിങ്ങളോട് കൺഫ്യൂസ്ഡ് ആവരുത്, കാരണം കോറിലേഷൻ എന്ന് പറയുമ്പോൾ അത് +1 to -1 എന്നുള്ള റേഞ്ചിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് കോറിലേഷൻ. ഇതില് -1 അടുത്തേക്ക് പോകുമ്പോഴും +1 അടുത്തേക്ക് പോകുമ്പോഴാണ് ഈ കോറിലേഷൻ സ്ട്രോങ് ആവുന്നത്. ഓക്കെ, മൈനസിനോട് പോകുമ്പോൾ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും, പ്ലസിനോട് അടുത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. പക്ഷെ ഡയറക്ഷൻ ഏതാണെങ്കിലും ഈ -1 എന്നല്ലെങ്കിൽ +1 എന്ന് പറയുന്ന വാല്യൂനോട് ക്ലോസ് ആവുന്നതിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് കൂടും. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് -80, ഐ മീൻ സൈൻ നോക്കണ്ട, 88 ആണ്. പക്ഷെ -1 അടുത്തേക്കാണ് അത് പോകുന്നതെങ്കിലും നെഗറ്റീവ് കോറിലേഷൻ ആണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി ഹയർ കോറിലേഷൻ ആണ്. 80നേക്കാൾ വലുത് 88 ആണല്ലോ. ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ എന്താണ്, കുറച്ചുകൂടെ ഹയർ കോറിലേഷൻ ആണ്, കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതലുള്ളതാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഡയറക്ഷൻ ഏതാണെങ്കിലും വാല്യൂ കൂടുതൽ -1 അല്ലെങ്കിൽ +1 ചേർന്ന് നിൽക്കുന്നത് എന്നതാണ് അതിന്റെ സ്ട്രോങ്സ്റ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതിൽ -88 ആണോ എന്നാണ് സ്ട്രോങ് ആയി നിൽക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഉത്തരം വരാം. അടുത്ത ക്വസ്റ്റ്യൻ. Rohit has constant worry about his health. He has met numerous doctors for ruling out serious disease, only to be reassured for his well-being. Each small ailment exacerbate his worries. He considered them to be indications of major illness. Which disorder does he suffer from? ഏത് ഡിസോർഡർ ആണിത്? ഫസ്റ്റ് വണ്ണാണോ? ഫസ്റ്റ് വൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ അല്ല. സംഭവം ഈ താഴെ പറയുന്ന ഡിസോർഡേഴ്സ് എല്ലാം സൊമാറ്റിക് സിംറ്റം ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷെ ഈ തന്ന ക്വസ്റ്റ്യനിൽ പറയുന്ന സ്പെസിഫിക് എക്സാമ്പിൾ വരുന്നത്, അതായത് ചെറിയൊരു സിംറ്റം അല്ലെങ്കിൽ ചെറിയ അസുഖം വരുമ്പോഴേക്കും എനിക്കെന്തോ വലിയ മാരക രോഗമാണ് എന്നുള്ള കൈൻഡിൽ വിചാരിക്കുന്നത് കുറെ ഡോക്ടേഴ്സിന് കാണുന്നതും, അത് വരുന്നത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈപ്പോകോൺഡ്രിയാസിസിന് അണ്ടറിലാണ്. പണ്ട് ഹൈപ്പോകോൺഡ്രിയാസിസ് എന്നായിരുന്നു പേര്, ഇപ്പോൾ ഇൽനസ് ആൻസൈറ്റി ഡിസോർഡർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന എക്സാമ്പിള് ചെറുത് വരുമ്പോഴേക്കും എന്തോ വലിയ അസുഖം വരാൻ പോവാണ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതിന് നമ്മൾ പറയുന്നത് ഹൈപ്പോകോൺഡ്രിയാസിസ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ഓപ്ഷൻ ഡിന്റെ അണ്ടർ, ഓപ്ഷൻ ഡി ഹൈപ്പോകോൺഡ്രിയാസിസിന്റെ അണ്ടറിലാണ് ഈ പറയുന്ന സംഭവം വരുന്നത്. ഓക്കെ, ഇപ്പൊ പിന്നെ ഈ പറഞ്ഞാൽ ഈ 4 സൊമാറ്റിക് സിംറ്റം ഡിസോർഡറിന്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്, പക്ഷെ ഓരോന്നും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിള് ഈ പറഞ്ഞ ഹൈപ്പോകോൺഡ്രിയാസിസിന്റെ അണ്ടറിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. A negative correlation occurs when dash scores on one variable are associated with dash scores on a second variable. Okay, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടോ? അത് മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ആണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടാവണമെങ്കിൽ ഈ രണ്ട് വേരിയബിൾസ് തമ്മിൽ എങ്ങനെ അസോസിയേറ്റഡ് ആയിരിക്കണം? ഓക്കെ, കോറിലേഷൻ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്ട്രെസ്സും ആൻസൈറ്റിയും എടുത്തോ, ഇത് രണ്ട് വേരിയബിൾസ് ആണ്. അപ്പൊ സ്ട്രെസ് കൂടുമ്പോൾ ആൻസൈറ്റിയും കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. കാരണം ഒന്ന് പോകുന്ന അതേ ഡയറക്ഷനിലാണ് മറ്റേതും പോകുന്നത്. സ്ട്രെസ് കൂടുന്നു, ആൻസൈറ്റി അതിന്റെ ഒപ്പം കൂടുന്നു. അപ്പൊ ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ അവിടെ പോസിറ്റീവ് കോറിലേഷൻ ആണ്. മറിച്ച് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് ആൻസൈറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് കൂടുന്നതിനനുസരിച്ച് മറ്റേത് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അവൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നെഗറ്റീവ് കോറിലേഷൻ വരണമെങ്കിൽ ഒരു വേരിയബിൾ സ്കോർ എന്തും മറ്റേ വേരിയബിൾ സ്കോർ എന്തും ആയിരിക്കണം. ഇനി ഓപ്ഷൻസ് നോക്കി പറ. എന്തായിരിക്കണം? ആരുടെ 2 പറഞ്ഞിട്ടുണ്ട്. 2 തന്നെയാണ്. പറഞ്ഞ പോലെ നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഒരു വേരിയബിൾ ഹൈ സ്കോറും ഒരു വേരിയബിൾ ലോ സ്കോർ ആയിരിക്കണം, എന്നാലേ നമുക്ക് അതിന് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ അണ്ടറിൽ വരുന്ന മെത്തേഡ് ഇതിൽ ഏതാണ്?
സാമ്പിളിങ് രണ്ട് തരത്തിലുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോപ്പുലേഷനിൽ ഒരു സാമ്പിളിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പോപ്പുലേഷനുള്ള എല്ലാ മെമ്പേഴ്സിനും ആ സാമ്പിളിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് പ്രോബബിലിറ്റി സെയിം ആണ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ആ പോപ്പുലേഷനകത്ത് എല്ലാവർക്കും ആ സാമ്പിൾ എത്തിപ്പെടാനുള്ള ചാൻസ് സെയിം അല്ല. ഓക്കെ, അപ്പൊ ഇതില് 4 ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് പറയുന്നുണ്ട്. ഒന്ന് പർപ്പസീവ് സാമ്പിളിംഗ്. പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ സ്റ്റഡി, ഞാൻ നടത്താൻ പോകുന്ന സ്റ്റഡിന്റെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് ഞാൻ സാമ്പിൾസിനെ തിരഞ്ഞെടുക്കാം. ഇപ്പൊ എനിക്ക് എന്റെ സ്റ്റഡി നടത്തേണ്ടത് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനാണെന്ന് വെച്ചോ, അപ്പൊ ഞാൻ ആ മൊത്തം പോപ്പുലേഷനിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോപ്പുലേഷനിലുള്ള എല്ലാവർക്കും ഈ സാമ്പിളിൽ വരാനുള്ള ചാൻസ് സെയിം ആണോ? എല്ലാവർക്കും പ്രോബബിലിറ്റി സെയിം ആണോ? ആണോ? അല്ലല്ലോ, അല്ല. ഓക്കെ, അതാണ് പർപ്പസീവ് സാമ്പിളിംഗ്. അപ്പൊ മനസ്സിലായി, പർപ്പസീവ് സാമ്പിളിംഗിൽ എല്ലാവർക്കും ഒരേ പ്രോബബിലിറ്റി അല്ല ഉള്ളത്. അപ്പൊ അത് പ്രോബബിലിറ്റി സാമ്പിളിംഗിന് അണ്ടറിൽ വരില്ല. അടുത്തൊരു സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിംഗ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ സ്റ്റഡി ഞാൻ ഫോർ എക്സാമ്പിൾ ട്രാൻസ്ജെൻഡേഴ്സിലാണ് നടത്തുന്നത് വിചാരിക്കാം. അപ്പൊ എന്റെ അറിവിൽ അങ്ങനെ കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും ഇല്ല, എനിക്ക് ഒരാളെ അറിയുള്ളൂ. അപ്പൊ ഞാൻ അയാളെ പോയിട്ട് ഇന്റർവ്യൂ നടത്താണ്. എന്നിട്ട് അയാളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അവര് അയാളുടെ പരിചയത്തിൽ അയാൾ തരും. എന്നിട്ട് ഞാൻ അയാളെ പോയി ഇന്റർവ്യൂ ചെയ്യും. അയാള് അടുത്ത ആളെ പറയും. അങ്ങനെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്കും അയാളിൽ നിന്ന് അടുത്ത ആളിലേക്കും അങ്ങനെ ഒരു ബോൾ പോലെ, ഒരു സ്നോ ബോൾ പോലെ പോകുന്നതാണ് സ്നോബോൾ സാമ്പിളിംഗ്. ആ സാമ്പിളിംഗിലും എന്താണ്, പോപ്പുലേഷനിലുള്ള എല്ലാവരും ഇൻക്ലൂഡഡ് ആവാനുള്ള ചാൻസ് സെയിം അല്ല, അല്ലല്ലോ. അപ്പൊ അതും എന്തല്ല, പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ല. അടുത്തൊരു സാമ്പിളിംഗ് ഇൻസിഡന്റൽ സാമ്പിളിംഗ്. ഇൻസിഡന്റൽ സാമ്പിളിംഗ് എന്ന് പറയുമ്പം കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയും. അതായത് ഇപ്പം എന്റെ സ്റ്റഡി എന്തോ ആയിക്കോട്ടെ, ഞാൻ എനിക്ക് കൺവീനിയന്റ് ആയ രീതിയിലാണ് അവിടെ സാമ്പിളിംഗ് നടത്തുന്നത്. അപ്പൊ എനിക്ക് ഒരു എന്തോ സ്റ്റഡി ആയിക്കോട്ടെ, എനിക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ എളുപ്പം എന്റെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് വീടുന്നാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ അവിടുന്ന് മാത്രം സാമ്പിൾസ് കളക്ട് ചെയ്യാണ്. അപ്പൊ അതിലും എന്താണ്, എല്ലാ വോൾ പോപ്പുലേഷനുള്ള മെമ്പേഴ്സിന് ഇൻക്ലൂഡഡ് ആവാനുള്ള ചാൻസ് സെയിം അല്ല. അപ്പൊ അതും പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ല, നോൺ പ്രോബബിൾ ആണ്. അവസാനമുള്ളതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പം ഈ ആദ്യം പറഞ്ഞ മൂന്നും എന്തല്ല, പ്രോബബിലിറ്റി അല്ല, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ടല്ലോ വരില്ല. പിന്നെ പറഞ്ഞതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ വോൾ പോപ്പുലേഷനെ കുറച്ച് ഗ്രൂപ്പ്സ് ആയിട്ട്, കുറച്ച് ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഓരോ ക്ലസ്റ്ററിനും റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സിനെ എടുക്കും. അവിടെ എന്താണ്, മൊത്തം പോപ്പുലേഷനെ ഗ്രൂപ്പ്സ് ആയി തിരിച്ചിട്ട് അതിന്ന് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ എടുക്കാം. അപ്പൊ അവിടെ എന്താണ്, അവിടെ എല്ലാവർക്കും ഇൻക്ലൂഡ് ആവാനുള്ള ചാൻസസ് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇനി പറ, ഇതിൽ ഏതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ മാം? അതെ, ലാസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് നാട്ടിൽ വരാം. ഓക്കെ, ബാക്കി മൂന്നും അവിടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് കേട്ടോ. സാമ്പിളിംഗിന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, അതാണ് ഞാൻ പിന്നെ ഒന്നുകൂടെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇപ്പൊ ഓരോ സാമ്പിളിംഗ് എന്താന്നുള്ളത് ഏത് രണ്ടിൽ വരുന്നതെന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കളർ ബ്ലൈൻഡ്നെസ് ഈസ് കോസ്ഡ് ബൈ ഡിഫക്റ്റീവ് ഡാഷ് ഇൻ ദ ഡാഷ് ഓഫ് ദ ഐ. കളർ ബ്ലൈൻഡ്നെസ് നമുക്ക് കണ്ണില് കളേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ട് ഏതാണ്? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി ആണ്. നമ്മളെ കളേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നത് കോൺ സെൽസ് ആണ്. നമ്മൾ കണ്ണില് അഥവാ റെറ്റിനയില് കോൺ സെൽസും ഉണ്ട്, റോഡ് സെൽസും ഉണ്ട്. റോഡ് സെൽസ് നമ്മളെ ഡിം ലൈറ്റിലൊക്കെ സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് റോഡ് സെൽസ്. കോൺ സെൽസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ എന്തിന്റെ ആയിക്കോട്ടെ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന സെൽസ് ആണ് കോൺ സെൽസ്. അപ്പൊ ഈ കോൺ സെൽസിൽ ഡിഫക്റ്റ് വരുമ്പോഴാണ് നമുക്ക് കളേഴ്സ് തിരിച്ചറിയാൻ പറ്റാതെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത് അതിലാണ്. അപ്പൊ ഇവിടെ കോൺസിനാണ് ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഈ കോൺസ് എവിടെയാണുള്ളത്, റെറ്റിനയിലാണുള്ളത്. അപ്പൊ ഇവിടെ കോൺ സെൽസ് അല്ലെങ്കിൽ കോൺസ് ഇൻ ദ റെറ്റിന ഓഫ് ദ ഐയിലെ ഡിഫക്റ്റ് വരുമ്പോഴാണ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, ഡാഷ് ഈസ് എ ഫോം ഓഫ് കണ്ടീഷനിങ് ഇൻ വിച്ച് ഓൺസെറ്റ് ഓഫ് ദ conditioned stimulus precedes the onset of the unconditional stimulus and the presentation of the CS and UCS does not overlap.
ഇത് നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂസ്ഡ് ആവും. ഞാൻ തന്നെ പറഞ്ഞുതരാം. അത് 4 ടൈപ്പ് ഓഫ് കണ്ടീഷനിങ് പറയുന്നുണ്ട്. ഇതിന്റെ ഉത്തരം വരുന്നത് ട്രേസ് കണ്ടീഷനിങ് ആട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആദ്യം സി എസും പിന്നെ യു സി എസും ആണ്. ആൻഡ് ഇവ രണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ട്രേസ് കണ്ടീഷനിങ് ആണ്. സി എസും യു സി എസും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് ഒന്ന് ഓർക്കാം. അവിടെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്തായിരുന്നു? ബെല്ലായിരുന്നു അല്ലെ? അവിടെ യു സി എസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്തായിരുന്നു? ഫുഡ് ആയിരുന്നു അല്ലെ? അപ്പോ ഇനി അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഞാൻ പറയാൻ പോകുന്ന സംഭവങ്ങൾ ഇമാജിൻ ചെയ്യാം. ഇപ്പൊ ട്രേസ് കണ്ടീഷനിങ് എന്ന് പറയുമ്പം ആദ്യം സി എസ് കൊടുക്കും, ആദ്യം ബെല്ല് കാണിക്കും, പിന്നെ യു സി എസ്, പിന്നെ ഫുഡ് കൊടുക്കും. അതാണ് ട്രേസ് കണ്ടീഷനിങ്. ആൻഡ് ഇവ രണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ല. ബെല്ല് കുലുക്കി കഴിഞ്ഞ് ശേഷമാണ് ഫുഡ് കൊടുക്കുന്നത്. അങ്ങനത്തെ കണ്ടീഷനിങ്ങിനെ ട്രേസ് കണ്ടീഷനിങ് എന്ന് പറയും. ഇവ രണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, യു സി എസും സി എസും തമ്മിൽ ഓവർലാപ്പ്, ആദ്യം സി എസും പിന്നെ യു സി എസും തന്നെയാണ്. പക്ഷെ ഈ ബെല്ലടിച്ചു കഴിയുന്നതിന് മുന്നേ തന്നെ ഫുഡ് കൊടുക്കും. അപ്പൊ അവർ രണ്ടും തമ്മിൽ കുറച്ചു നേരത്തെങ്കിലും ഒന്നിച്ചു വരുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഡിലേ കണ്ടീഷനിങ്. അടുത്തൊരു ടൈപ്പ് ഓഫ് കണ്ടീഷനിങ് സൈമൾട്ടേനിയസ് കണ്ടീഷനിങ്. സൈമൾട്ടേനിയസ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ അവിടെ ഈ സി എസും യു എസ് എസും ഒന്നിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് ബെല്ലടിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഫുഡ് കൊടുക്കുകയാണ്. അത് സൈമൾട്ടേനിയസ് കണ്ടീഷനിങ്. പിന്നെ ട്രേസ് കണ്ടീഷനിങ് പറഞ്ഞു, ആദ്യം ബെല്ല്, അത് ഓവർലാപ്പ് ചെയ്യുന്നില്ല, ബെല്ല് കഴിഞ്ഞ ശേഷം ഫുഡ്, സി എസ് കഴിഞ്ഞ ശേഷം യു സി എസ്, അത് ട്രേസ് കണ്ടീഷനിങ്. ബാക്ക്വേർഡ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, ആദ്യം യു സി എസ് കൊടുത്തിട്ട്, ഇത്രയും നേരം പറഞ്ഞതിലെല്ലാം ആദ്യം സി എസും ആദ്യം ബെല്ലും പിന്നെ ഫുഡും ആയിരുന്നു. ബാക്ക്വേർഡ് കണ്ടീഷനിങ് എന്ന് പറയുമ്പം ഒരു മിനിറ്റ്, ഓക്കെ. അപ്പം ബാക്ക്വേർഡ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോ അവിടെ എന്താണ്? നേരെ തിരിച്ച്, ആദ്യം യു സി എസും പിന്നെ സി എസും, ആദ്യം ഫുഡും പിന്നെ ബെല്ലും വരുന്ന പോലെ വരുന്നതാണ് ബാക്ക്വേർഡ് കണ്ടീഷനിങ്. അപ്പൊ ഞാൻ 4 ടൈപ്പ് ഓഫ് കണ്ടീഷനിങ്. ഇതിൽ ചോദ്യത്തിന്റെ ഉത്തരം ട്രേസ് കണ്ടീഷനിങ് ആണ്. മനസ്സിലായോ? കൺസെപ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് ഇട്ടതൊന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, ഡിലേ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ആദ്യം സി എസ് കണ്ടീഷൻ സ്റ്റിമുലസ്, നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ആദ്യം ബെല്ലാണ് കൊടുക്കുന്നത്, പിന്നെന്താണ്, ആ ബെല്ല് ഫിനിഷ് ആവുന്നതിന് മുന്നേ തന്നെ ഫുഡ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവ രണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ബെല്ല് നിർത്തുന്നതിന് മുന്നേ തന്നെ യു സി എസ് അഥവാ ഫുഡും കൊടുക്കുകയാണ്. അവ തമ്മിലുള്ള ഓവർലാപ്പ് നടക്കുന്നുണ്ട് അവിടെ. അത് ഡിലേ. ഓവർലാപ്പ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ട്രേസ് ആയല്ലോ. ഇതെന്താണ്? ഡിലേ എന്ന് പറയുമ്പോൾ ബെല്ല് കൊടുത്ത് കഴിയുന്നതിന് മുന്നേ അവിടെ ഫുഡ് കൊടുക്കാണ്. അപ്പൊ രണ്ടിന്റെ ഓവർലാപ്പ് ഉണ്ട്. സി എസ് ആദ്യം പിന്നെ യു സി എസ്, പക്ഷെ അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അത് ഡിലേ കണ്ടീഷനിങ്. ഓക്കെ, അപ്പൊ ഇത് 4 ടൈപ്പ് ഓഫ് കണ്ടീഷനിങ് വരുന്നത്. ഇതിന്റെ ഉത്തരം ട്രേസ് കണ്ടീഷനിങ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. A researcher wants to test if there is a significant difference between achievement scores of 8th grade students in mathematics before and after 2 months of instruction. Which of the following test will be the most appropriate to use? ഞാൻ പറഞ്ഞ 4 ടെസ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം. Chi-square ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കാറ്റഗറിക്കൽ ആയിട്ടുള്ള ഡാറ്റാസിനെ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Chi-square ടെസ്റ്റ്. ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത രണ്ട് ഗ്രൂപ്പിനെ തമ്മിൽ ടെസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സിന്റെ ഇന്റലിജൻസും ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസിന്റെ ഇന്റലിജൻസും തമ്മിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്, കമ്പയർ ചെയ്യുമ്പോൾ, അങ്ങനെ സാഹചര്യങ്ങളാണ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്. ഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡിപെൻഡന്റ് ആയിട്ടുള്ള, റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിന്റെ തന്നെ മുന്നേ പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം എന്നൊക്കെ പറയുന്നത് ഒരേ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അത്രയും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പിന്റെയോ തമ്മിലുള്ള സ്കോഴ്സിനെ കമ്പയർ ചെയ്യാൻ നമ്മൾ ആ ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്. പിയേഴ്സൺ കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ നോക്കുകയാണ് പിയേഴ്സൺ കോറിലേഷൻ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ 8ാം ക്ലാസ്സിലുള്ള പിള്ളേർക്ക് എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് മുന്നേയും പിന്നെയും ഉള്ള എന്താണ് അച്ചീവ്മെന്റ് ആണ് നോക്കുന്നത്. അപ്പൊ അത് ഏത് ടെസ്റ്റ് ആയിരിക്കും? ഏതായിരിക്കും? ഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആട്ടോ. സെയിം ഗ്രൂപ്പില്
ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് മുന്നേയും ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ഗ്രൂപ്പിലാണല്ലോ നമ്മൾ നോക്കുന്നത്. ഒരേ ഗ്രൂപ്പിന്റെ 2 ടൈമിൽ സ്കോറാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഡിപ്പെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഡാഷ് ന്യൂറോൺസ് ക്യാരി മെസ്സേജസ് ഫ്രം ദ സെൻസസ് ടു ദ സ്പൈനൽ കോഡ് ആൻഡ് ഡാഷ് ന്യൂറോൺസ് ക്യാരി മെസ്സേജസ് ഫ്രം ദ സ്പൈനൽ കോഡ് ടു ദ മസിൽസ് ആൻഡ് ഗ്ലാൻഡ്സ്. ഏതാണ് ഇത്? എക്സാമ്പിൾ ഞാനൊരു കോഡ് വെച്ചിട്ടായിരുന്നു എഫ്രണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാള് ഇപ്പം മുള്ള് കുത്താണെന്ന് വിചാരിച്ചോ. അപ്പൊ ആ മുള്ള് കുത്തുന്ന പെയിൻ എന്ന് പറയുന്ന സെൻസ് അങ്ങോട്ട്, അതായത് നമ്മളെ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക് ഈ സംഭവം എത്തിയിട്ട്, ഈ മെസ്സേജ് എത്തിയിട്ട് അവിടെ നിന്നാണല്ലോ പിന്നെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള മെസ്സേജ് തിരിച്ചു വരുന്നത്, നമ്മളെ മസിലിലേക്കോ അല്ലെങ്കിൽ ലാൻഡിലേക്കോ തിരിച്ചു വരുന്നത്. മുള്ളു കുത്തുന്ന ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും ഒരു ടച്ചോ എന്തെങ്കിലും സെൻസേഷൻ എന്തായിക്കോട്ടെ, അപ്പൊ അങ്ങോട്ട് പോകുമ്പോ, അതായത് അങ്ങോട്ട് ലൈക്ക് ഫോർ എക്സാമ്പിൾ ബ്രെയിനിലോട്ട് അങ്ങോട്ട് അഫറന്റ്, പിന്നെ ബ്രെയിനിൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ എത്തിക്കഴിഞ്ഞിട്ട്, സോറി ബ്രെയിനില്ല സ്പൈനൽ കോഡ് എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് ലൈക്ക് ഇപ്പൊ അങ്ങോട്ട് മസിലിലേക്കോ ഗ്ലാൻഡിലേക്കോ ഇങ്ങോട്ട് വരുന്നത് എഫറന്റ് ന്യൂറോൺ. അങ്ങോട്ട് പോകുമ്പോൾ അഫറന്റ്, ഇങ്ങോട്ട് വരുമ്പോൾ എഫറന്റ്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ആദ്യം സെൻസിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക്, പിന്നെ സ്പൈനൽ കോഡിൽ നിന്ന് മസിലിലേക്ക്. അപ്പൊ ഏതായിരിക്കും, എന്തായിരിക്കും? എഫറന്റോ? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. സെൻസിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് അങ്ങോട്ട് പോകുമ്പോ അഫറന്റ്, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ എഫറന്റ്. അപ്പൊ എഫറന്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 2023 പേപ്പറിൽ അധികം സ്റ്റേറ്റ്മെന്റ്സും അസോസിയേഷൻ റീസണും ആണ് വരുന്നത്. നിങ്ങള് ഈ പറഞ്ഞ പോലെ 2 സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരുമ്പോൾ നിങ്ങൾക്ക് 2 കൺസെപ്റ്റോട് അറിഞ്ഞിരിക്കണം. പിന്നെ 2024 ആയപ്പോ ഈ അസോസിയേഷൻ റീസൺ ഒക്കെ നല്ലോണം കുറവായിരുന്നു. ഇനി അടുത്തത് എങ്ങനെയായിരിക്കും, ഈ ഇയറിൽ എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല. നിങ്ങൾ ഏത് വന്നാലും അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്ന് പറയുന്നത് അസോസിയേഷൻ അഗ്നോസിയ പേഷ്യൻസ് കനോട്ട് റെഡിലി നെയിം ദ ഒബ്ജക്ട്സ് ദേ ഹാവ് സീൻ ഓൺ ഡ്രോൺ. ഒരു സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് പ്രോസ്പാഗ്നോസിയ പേഷ്യൻസ് മെ നോട്ട് റെക്കഗ്നൈസ് ഫേസസ് ഓഫ് നോൺ പീപ്പിൾ ഈവൻ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദെയർ ഓൺ ഫേസ്. ഈ 2 സ്റ്റേറ്റ്മെന്റും ട്രൂ ആണോ ഫാൾസ് ആണോ? എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അസോസിയേഷൻ എഗ്നോസിയ ആൻഡ് പ്രോസ്പാഗ്നോസിയ എന്ന് പറയുന്നത് 2 കണ്ടീഷൻസ് ആണ്. അതിൽ അസോസിയേഷൻ എഗ്നോസിയ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ്, പെട്ടെന്ന് ഒബ്ജക്ട്സിന്റെ ഫങ്ഷൻസ് പറയാൻ പറ്റണ, പേര് പെട്ടെന്ന് പറയാൻ പറ്റാണ്ടിരിക്കുക, ആ ഒരു കണ്ടീഷനാണ് നമ്മൾ അസോസിയേഷൻ എഗ്നോസിയ എന്ന് പറയാം. പ്രോസ്പാഗ്നോസിയ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, ഇവൻ നമ്മളെ തന്നെ ഫേസ് കാണുമ്പോൾ നമ്മളാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക, ആ ഒരു കണ്ടീഷനാണ് പ്രോസ്പാഗ്നോസിയ. അപ്പൊ ഈ പറയുന്ന 2 സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ എന്നുള്ളതാണ് ഉത്തരം വരിക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഇൻ പ്രൊആക്റ്റീവ് ഇന്റർഫെറൻസ് ഇൻഫർമേഷൻ കറന്റ്ലി ബീങ് ലേൺഡ് ഇന്റർഫിയർസ് വിത്ത് ഇൻഫർമേഷൻ ഓൾറെഡി പ്രസന്റ് ഇൻ മെമ്മറി. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഇൻ റെട്രോ ആക്റ്റീവ് ഇന്റർഫെറൻസ് previously learned information interferes with information being learned at present. ഈ 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇതും ഞാൻ എളുപ്പമായി പറഞ്ഞുതരാം. കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉള്ള സംഭവമാണ് ഈ പ്രൊആക്റ്റീവ് റെട്രോആക്റ്റീവ് ഇന്റർഫറൻസ്. ഇതിൽ എന്തായാലും ഉത്തരം വരുന്നത് 2ഉം ഫാൾസ് ആണെന്നാണ്. കാരണം ഇത് 2 നേരെ തിരിച്ചാ കൊടുത്തിരിക്കുന്നത്. റെട്രോആക്റ്റീവ് എന്ന് പറഞ്ഞു കൊടുത്തത് പ്രൊആക്റ്റീവിന്റെയും, പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞു കൊടുത്തത് റെട്രോആക്റ്റീവിന്റെ ആണ്. അപ്പൊ ഇത് തമ്മിൽ എന്താണ്, എങ്ങനെയാണ് ഓർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞുതരാം. പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് അവിടെ പ്രോ ആക്റ്റീവ് ആണ്. പ്രോ എന്ന് പറയുന്ന ടേം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോ. പ്രോ എന്ന് പറയുമ്പോൾ എന്താ, ഒരു പ്രസന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം. പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ പ്രസന്റിലുള്ള മെമ്മറിക്കാണ് പ്രശ്നം, അഥവാ പ്രസന്റിലുള്ള മെമ്മറിനെയാണ് ഇന്റർഫിയർ ചെയ്യുന്നത്. ആര്? പഴയ മെമ്മറി പുതിയ മെമ്മറിനെ, പ്രസന്റിലുള്ള മെമ്മറിനെ ഇന്റർഫിയർ ചെയ്യുമ്പോൾ. പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രസന്റിലുള്ള മെമ്മറിനെ ഇന്റർഫിയർ ചെയ്യുമ്പോൾ, അതായത് പ്രസന്റിലുള്ള മെമ്മറിനെ ആണ് അവിടെ പ്രശ്നം വരുന്നത്. പഴയ മെമ്മറി പ്രസന്റിലുള്ള മെമ്മറിനെ ഇന്റർഫിയർ ചെയ്യുമ്പോൾ അത് പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ്. റെട്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ റെട്രോ എന്ന് പറയുമ്പോൾ എന്താ, പഴയത്. ഓക്കെ, അപ്പൊ അവിടെ റെട്രോക്കാണ് പ്രശ്നം വരുന്നത്. പുതിയ മെമ്മറീസ് പഴയ മെമ്മറിനെ ഇന്റർഫിയർ ചെയ്യാണ്. ഓക്കെ, അവിടെ പഴയ മെമ്മറിക്കാണ് പ്രശ്നം വരുന്നത്. പഴയ മെമ്മറിനെ ഇന്റർഫിയർ ചെയ്യാണ് ആര്?
പുതിയ മെമ്മറി. അങ്ങനെ വരുമ്പോൾ അത് റെട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്. ഏതാണ് ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? ആ പ്രോ റെട്രോ എന്നുള്ള രണ്ട് ടേം ഓർത്താൽ മതി. പ്രോ ആക്റ്റീവ് ആകുമ്പോൾ പ്രോയ്ക്കാണ് അവിടെ പ്രശ്നം, റെട്രോ ആക്റ്റീവ് ആകുമ്പോൾ റെട്രോയ്ക്കാണ് അവിടെ പ്രശ്നം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, നേരെ തിരിച്ചാണ് ഇവര് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റിൽ. അപ്പൊ ഇവിടെ ഓപ്ഷൻ 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരാം. മനസ്സിലായോ? ഓ ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഫോൾസ് ആണ്, നേരെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, facial feedback hypothesis indicates that emotional states can produce change in facial expression. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജെയിംസ് ലാങ് തിയറി ഓഫ് ഇമോഷൻ സജസ്റ്റ് that subjective emotional experience are actually the result of physiological changes within our bodies. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 53. ഓപ്ഷൻ 3 ആണോ? ഓപ്ഷൻ 3 അല്ല, ഓപ്ഷൻ 1 ആണ് ഉത്തരം. രണ്ടും കറക്റ്റ് ആണ്. ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തിസിസ് പ്രകാരം എന്താണ്, ഇമോഷണൽ സ്റ്റേറ്റിന് ഫേഷ്യൽ എക്സ്പ്രഷനുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തിസിസ് പറയുന്നത്. അതുപോലെ ജെയിംസ് ലാങ് തിയറി ഓഫ് ഇമോഷനിൽ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ആദ്യം നമ്മൾ അവിടെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് ഉണ്ടാവുക, അതിനുശേഷമാണ് ഇമോഷൻ ഉണ്ടാവുക എന്ന് പറയുന്ന തിയറിയാണ് ജെയിംസ് ലാങ് തിയറി ഓഫ് ഇമോഷൻ. അപ്പൊ ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളും, രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ 1 ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 54ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ്. When people do not recall their dreams, it is probably because they are secretly trying to forget them. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്ലീപ്പ് enables the brain to rest because little brain activity takes place during sleep. ഇതെന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് വായിച്ച ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 4 ആണ്. ഓക്കെ, 4 അതെ, 4 ആണ്. 4 ആണ്, പറഞ്ഞാണ്. കാരണം ഒന്നാമത്തെ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ഡ്രീംസ് റീകോൾ ചെയ്യാത്തത് നമ്മൾ മനഃപൂർവ്വം ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സീക്രട്ട്ലി നമ്മൾ മറക്കാൻ ശ്രമിച്ചിട്ടോ ഒന്നും അല്ല എല്ലാവരുടെ സ്വപ്നങ്ങളും നമ്മൾ റീകോൾ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ആണെങ്കിലാ അത് ഫാക്ട് ആണ്. കാരണം നമ്മൾ സ്ലീപ്പിന്റെ ടൈമിൽ അവിടെ ബ്രെയിനിൽ ലിറ്റിൽ ആക്ടിവിറ്റി ആയിരിക്കും, ബ്രെയിൻ അവിടെ റെസ്റ്റ് ആയിരിക്കും, അതൊരു ട്രൂ ആണ്. അപ്പൊ ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസും സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. അപ്പൊ ഓപ്ഷൻ 4, 1 ഇൻകറക്റ്റ് 2 ട്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 55. അക്കോർഡിംഗ് ഇത് അസേർഷൻ റീസൺ ആണ്. അപ്പൊ അസേർഷൻ റീസൺ വരുമ്പോൾ നിങ്ങൾ എന്താണെന്ന് ചെയ്യേണ്ടത്, ആദ്യം അസേർഷൻ കറക്റ്റ് ആണോ നോക്കണം, പിന്നെ റീസൺ കറക്റ്റ് ആണോ നോക്കണം, ദെൻ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന റീസൺ ഈ പറയുന്ന അസേർഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, ഇത് തമ്മിൽ റിലേറ്റഡ് ആണോ എന്നുള്ളത് നോക്കണം. അങ്ങനെ അസേർഷൻ റീസൺ വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഇത് രണ്ടും ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കണം, ഒപ്പം അവ തമ്മിൽ റിലേറ്റഡ് ആണോ നോക്കണം. ഇങ്ങനെ 3 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടുത്തെ അസേർഷൻ പറയുന്നത്, according to the information processing theory of cognitive development is characterized according to information processing theory, cognitive development is characterized by increase in storage capacity, processing speed and efficient executive functioning. Reason പറയുന്നത്, process of myelination is the most prolonged developmental change in human brain. എന്തായിരിക്കും? ഏതായിരിക്കും? ഇതിൽ ആദ്യം നമുക്ക് ഇത് രണ്ടും ട്രൂ ആണോ നോക്കാം. ഇതിൽ എക്സെപ്ഷൻ പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി പ്രകാരം എന്താണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടും, പ്രോസസ് സ്പീഡ്, എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ് ഒക്കെ എഫിഷ്യന്റ് ആവും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതൊരു ട്രൂത്ത് ആണ്. ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറിയിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് ട്രൂ ആണ്. അടുത്തത് റീസൺ, മൈലിനേഷൻ ഇസ് ദ മോസ്റ്റ് പ്രൊലൗണ്ട് ഡെവലപ്മെന്റ് ചേഞ്ച് ദ ഹ്യൂമൻ ബ്രെയിൻ.
അതും ട്രൂ ആണ്. ഈ മൈലിനേഷൻ എന്ന് പറയുന്നത് കുറച്ചധികം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതും ട്രൂ ആണ്. പക്ഷെ നോക്കി ഇപ്പൊ നമുക്ക് എന്തായി രണ്ടും ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള സ്റ്റെപ്പ് നമ്മൾ നോക്കി കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താ തമ്മിൽ റിലേറ്റഡ് ആണോ, ഇത് ഇതിന്റെ റീസൺ ആണോ നോക്കണം. ആണോ? ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. കാരണം ഒന്ന് മൈലിനേഷനെ കുറിച്ചും പിന്നെ ഒന്ന് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ ഇവ തമ്മിൽ റിലേറ്റഡ് അല്ല, പക്ഷെ ഇത് രണ്ടും ട്രൂ ആണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ഉത്തരം വരാം. അപ്പൊ ഈ പറയുന്ന 3 സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. അസേഷൻ റീസൺ വരാണെങ്കിൽ അസേഷൻ ട്രൂ ഓർ ഫോൾസ് ആണോ നോക്കണം, റീസൺ ട്രൂ ഓർ ഫോൾസ് ആണോ നോക്കണം, ദെൻ അസേഷൻ റീസൺ തമ്മിലുള്ള റിലേഷൻ, റീസൺ കറക്റ്റ് അസേഷന്റെ റീസൺ ആണോ നമ്മൾ നോക്കണം. ഇങ്ങനെ 3 സ്റ്റെപ്സ് നിങ്ങൾ നോക്കണം. അപ്പൊ ഇവിടെ രണ്ടും ട്രൂ ആണ്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അസേഷൻ റീസൺ ആണ്. അസേഷൻ പറയുന്നത് സ്റ്റാൻഡേർഡ് സ്കോർ എക്സ്പ്രസ് ദ ഇൻഡിവിജ്വൽസ് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റീസൺ വരുന്നത് ലീനിയർലി ഡിറൈവ്ഡ് സ്റ്റാൻഡേർഡ് സ്കോർസ് ആർ ഓഫൻ ഡിസിഗ്നേറ്റഡ് സിംപ്ലി ആസ് സെറ്റ് സ്കോർ. ഇതെന്തായിരിക്കും? അപ്പൊ അസേഷൻ പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് സ്കോർ എന്ന് പറയുമ്പോൾ ഈ മീനിൽ നിന്നുള്ള ഡിഫറൻസിനെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടേംസിൽ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് സ്കോർ എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണ്. ദെൻ റീസൺ പറയുന്നത് എന്താണ്? സെഡ് സ്കോറിനെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കോർ, അതെ സ്റ്റാൻഡേർഡ് സ്കോറിനെ സെഡ് സ്കോർ എന്നും ഡെസിഗ്നേറ്റ് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ട്രൂ ആണ്. അതിന്റെ ഒപ്പം തന്നെ ഇത് എന്താണ്? രണ്ടും സ്റ്റാൻഡേർഡ് സ്കോറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ്? ട്രൂ ആണ്, അതുപോലെ തന്നെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ഓക്കെ, റിലേറ്റഡും ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരാം ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ഓർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അസേഷൻ റീസൺ ആണ്. 57. ഓക്കെ, 57ാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോപ്ഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. അപ്പൊ ഇത് ഇല്ല, ഈ ക്വസ്റ്റ്യൻ ഇല്ല. 58 ഉണ്ട്. 58 അസേഷൻ റീസൺ ആണ്. ബിഹേവിയറൽ ആക്ടിവേഷൻ സിസ്റ്റം ആൻഡ് ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം ആർ ദ ടു ന്യൂറൽ സിസ്റ്റംസ് ദ ഫങ്ഷൻസ് ഓഫ് വിച്ച് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എമോഷൻ ആൻഡ് മോട്ടിവേഷൻ. റീസൺ പറയുന്നത് BIS അഥവാ ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം അപ്രോച്ച് മോട്ടീവ്സ് ആൻഡ് ഡിറൈവ്ഡ് ഇൻസെന്റീവ്സ് വിത്ത് പോസിറ്റീവ് ഇമോഷൻസ്. എന്താണ്? ഇതില് അസേഷൻ ട്രൂത്ത് ആണ്. ഈ പറയുന്ന BAS-ഉം BIS-ഉം ഇമോഷനും മോട്ടിവേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഇത് രണ്ടിനും ഉള്ളത്, BAS-നും BIS-നും. പക്ഷെ റീസൺ പറയുന്നത് BIS എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോസിറ്റീവ് ഇമോഷൻസ് ഇൻസെന്റീവ്സ് ആക്കിയിട്ട് ലിങ്ക് ചെയ്തിട്ട്, പക്ഷെ അത് ട്രൂ അല്ല. ഈ BIS എന്ന് പറയുന്നത് ബിഹേവിയർ ഇൻഹിബിഷൻ ആണല്ലോ, ഇൻഹിബിഷൻ സിസ്റ്റം ആണല്ലോ. അത് അവിടെ നെഗറ്റീവ് ഇമോഷൻസും ആയിട്ടാണ് റിലേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെഗറ്റീവ് ഇമോഷൻസും ആയിട്ടാണ് റിലേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ A ട്രൂ ആണ്, R ഫോൾസ് ആണ്. ഓക്കെ, അങ്ങനെ ഏതാ വരുന്നത്? A is correct but R is not correct. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. A കറക്റ്റ് ആണ്, B കറക്റ്റ് അല്ല. സോറി, A കറക്റ്റ് ആണ്, R കറക്റ്റ് അല്ല എന്നുള്ളത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഈസ് കറക്റ്റ് ബട്ട് R is not കറക്റ്റ് എന്നുള്ളത്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ 59 അല്ല, 59 ഡ്രോപ്പ് ക്വസ്റ്റ്യൻ ആട്ടോ. ഈ ക്വസ്റ്റ്യനും ഇല്ല. NT നല്ല കളി കളിച്ചിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഉടായിപ്പാക്കിയിട്ടുണ്ട്. 59 ഡ്രോപ്ഡ് ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ടേബിൾ ആണ്. മാത്സ് ദ ഫോളോയിങ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ലോവും അതിന്റെ മെയിൻ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കല് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് അല്ല, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞോ. ഇത് നമുക്ക് നേരിട്ട് ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് മാത്സ് ദ ഫോളോയിങ് നോക്കാം. ഓക്കെ, ഓക്സിപിറ്റൽ ലോബ്. ഓക്സിപിറ്റൽ ലോബ് ഏത് ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്? ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുന്നത് ഹിയറിംഗ് ആണോ, വിഷൻ ആണോ, അത് സൊമാറ്റോ സെൻസറി ആണോ? ഏതാണ്? ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുന്നത് നമ്മളെ വിഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള
ലോബാണ് ഓക്സിപിറ്റൽ ലോബ്. അപ്പൊ ഇവിടെ ഓക്സിപിറ്റൽ ലോബിനോട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ആണ്. അഥവാ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് വരുന്നത്, പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ആണല്ലോ നമ്മുടെ വിഷ്വലിനെ ലൈക്ക് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെ ഈ വിഷനുമായിട്ട് റിലേറ്റഡ് ആയ അത് വരുന്നത് ഓക്സിപിറ്റൽ ലോബിനകത്താണ്. ഓക്കെ, ഈ ഓരോ ലോബും എന്ത് ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്സിപിറ്റൽ എന്ന് പറയുമ്പോൾ വിഷനുമായിട്ടാണ്. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യാം. കുറച്ച് വലിയ വരയിപ്പ്. അപ്പൊ ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുമ്പോൾ അത് വിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്. അടുത്തത് പറൈറ്റൽ ലോബ്. പറൈറ്റൽ ലോബ് എന്താണ്? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അത് മെയിൻലി നമ്മൾ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പറയാ? എന്താ അതിന് നേരെയുള്ളത് തന്നെയാണ്. പറൈറ്റൽ ലോബ് എന്ന് പറയുമ്പോൾ അത് മെയിൻലി സൊമാറ്റോ സെൻസറി റിലേറ്റഡ് ആയിട്ടാണ് പറൈറ്റൽ ലോബ് നമ്മൾ പറയാറ്. അപ്പൊ പറൈറ്റൽ ലോബിനകത്ത് വരുന്നത് സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് ആണ്. ഇനി അടുത്തത് ടെമ്പോറൽ ലോബ്. ടെമ്പോറൽ ലോബ് ഏത് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ടെമ്പോറൽ ലോബ് നമ്മുടെ ഹിയറിംഗുമായിട്ട്, നമ്മുടെ കേൾവി ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെമ്പോറൽ ലോബ്. അപ്പൊ ഇവിടെ ഏതാണ്? പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ്. ഓക്കെ, പ്രൈമറി ഓഡിറ്ററി അഥവാ എന്താ പറയാ ഹിയറിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെമ്പോറൽ ലോബ്. അപ്പൊ ഇവിടെ ടെമ്പോറൽ ലോബ് വരുന്നത് പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ്. പിന്നെ ഏതാ ബാക്കിയുള്ളത്? ഫ്രോണ്ടൽ ലോബ്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് വരാം. ഈ ഓരോ ലോബും അതിന്റെ മെയിൻ ഫങ്ഷൻസും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്സിപിറ്റൽ എന്ന് പറയുമ്പോൾ വിഷൻ ആണ്, പറൈറ്റൽ എന്ന് പറയുമ്പോൾ സൊമാറ്റോ സെൻസറി ആണ്, ടെമ്പോറൽ എന്ന് പറയുമ്പോൾ ഹിയറിംഗ് അല്ലെങ്കിൽ ഓഡിറ്ററി ആണ്, ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഹയർ ലെവൽ മെന്റൽ പ്രോസസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഫ്രോണ്ടൽ ലോബാണ്. ഓക്കെ, അപ്പോ ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഏതാണ്? A3 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, A3 പിന്നെ B2. ഓക്കെ, B2 ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. A3 B2 വരുന്നു. പിന്നെ C4 D1 അതാണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ 2 ആണ് ഉത്തരം വരാം. ഓക്കെ, അപ്പൊ ഈ ഏതൊക്കെ ലോബ് ഏതൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ? സംഭവം കിട്ടിയില്ലേ? ഓ അപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോ ലോബും ഏതൊക്കെ ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. 4 ഉണ്ട്. പ്ലാസിബോ എഫക്ട്, ഹൈ എക്സ്റ്റേണൽ വാലിഡിറ്റി, ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ, ഹൈ ഇന്റേണൽ വാലിഡിറ്റി. അപ്പൊ നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. പ്ലാസിബോ എഫക്ട് എന്തായിരുന്നു? പ്ലാസിബോ എഫക്ട് എന്ന് പറയുമ്പോൾ ഇതിലേതാ വരുന്നത്? പ്ലാസിബോ എഫക്ട് എന്താ? എന്തായാലും നമ്മള് ഐ തിങ്ക് ഫസ്റ്റ് സെമ്മിൽ എന്തോ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് പ്ലാസിബോ എഫക്ട്. സംഭവം ശരിക്കും ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ ആ ഒരു ട്രീറ്റ്മെന്റ് റിയൽ ആണെന്നില്ല, പക്ഷെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ബിലീഫില് അസുഖം മാറാ, ആ ഒരു സംഭവമാണ് പ്ലാസിബോ എഫക്ട്. പാർട്ടിസിപ്പന്റ് ഇംപ്രൂവ്സ് ബിക്കോസ് ഓഫ് ദ എക്സ്പെക്ടേഷൻ ഓഫ് റിസീവിംഗ് എ ട്രീറ്റ്മെന്റ്, നോട്ട് ബിക്കോസ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ഇറ്റ് സെൽഫ്. ഇത് അങ്ങനെ ആ ട്രീറ്റ്മെന്റ് ചിലപ്പം ഈ കറക്റ്റ് രോഗത്തിനുള്ളതായിരിക്കണം എന്നില്ല, പക്ഷെ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള ബിലീഫിൽ, എക്സ്പെക്ടേഷനിൽ അവരുടെ ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആവുന്നതിനെയാണ് നമ്മൾ പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബന്ധപ്പെട്ട് കിടക്കുന്നത് 3 എക്സ്റ്റേണൽ വാലിഡിറ്റി, ഇന്റേണൽ വാലിഡിറ്റി അവിടെ ഇരിക്കട്ടെ. ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ നോക്കാം. അതിൽ ഏതായിരിക്കും ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ? നിങ്ങൾക്ക് ഇതിൽ എല്ലാം അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ 2 അറിഞ്ഞാൽ തന്നെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഓപ്ഷൻസ് നോക്കാം. ഈ എയും പിന്നെ നിങ്ങൾക്ക് അറിയുന്നത് C ആണെന്നുണ്ടെങ്കിൽ ആ സിയും ഏതാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ 2 കട്ടായി വരുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല. മാത്സ് ഫോളോ ചെയ്യാനും അതൊരു ബെനിഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ നോക്കാം. ഡബിൾ ബ്ലൈൻഡ് എന്താ? നെയ്തർ ദ റിസർച്ചർ നോർ ദ പാർട്ടിസിപ്പന്റ് നോർ ദ കണ്ടീഷൻ ടു വിച്ച് ഈച്ച് പാർട്ടിസിപ്പന്റ് ഈസ് അസൈൻഡ്. അതായത് റിസർച്ചർക്കോ പാർട്ടിസിപ്പന്റിനോ അവർ ഏത് കണ്ടീഷനിലാണ് അസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നറിയില്ല. അതിനാണ് ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇവിടെ C വരുന്നത് 4 ആയിട്ടാണ്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. A3 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ A3 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ C4, A3 C4 വരുന്നത് ഈ ഓപ്ഷനേ ഉള്ളൂ. ദെൻ എന്നാലും നമുക്ക് ബാക്കി നോക്കാം. ഹൈ എക്സ്റ്റേണൽ വാലിഡിറ്റി. എന്താണ് എക്സ്റ്റേണൽ വാലിഡിറ്റി? എക്സ്റ്റേണൽ വാലിഡിറ്റി പറയുമ്പോൾ
അതിന്റെ നേരെയുള്ളത് തന്നെയാണ് റിസൾട്ട് ഓഫ് എ സ്റ്റഡി ജനറലൈസ് ടു അതർ സെറ്റിംഗ്സ് ആൻഡ് പോപ്പുലേഷൻ. നല്ല എക്സ്റ്റേണൽ വാലിഡിറ്റി സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു സ്റ്റഡീന്റെ റിസൾട്ടിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും, ഒരു ഹോൾ പോപ്പുലേഷനിലെ സെറ്റിംഗ്സിലേക്ക് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അത്രയും എക്സ്റ്റേണൽ വാലിഡിറ്റി അതിന് കൂടുതലാണ്. അപ്പൊ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റഡീന്റെ റിസൾട്ടിനെ നമുക്ക് ജനറലൈസബിൾ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇത് ഇതിന്റെ നേരെയുള്ളത്. ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താ, വി ക്യാൻ ഡ്രോ ക്ലിയർ കോസൽ കൺക്ലൂഷൻ ഫ്രം എൻ എക്സ്പെരിമെന്റ്. ഒരു പക്കാ കൺക്ലൂഷൻ, കോസൽ കൺക്ലൂഷൻ കിട്ടുന്നതാണ് ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയും. അപ്പൊ ഇവിടെ ഇതുമായിട്ടാണ് റിലേറ്റഡ്. ഓപ്ഷൻ ഏതാണ്, A3 C4. ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ഈ 2 കണ്ടുപിടിച്ച വെച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി. എന്നാലും നമ്മൾ ബാക്കി കണ്ടുപിടിച്ചതേ ഉള്ളൂ. അതിന്റെ ഉത്തരം ഓപ്ഷൻ 4 ആണ് വരുന്നത്. ഓപ്ഷൻ 4 ആണ് ഉത്തരം വരാം. അതേപോലെ മാത്സ് ഫോളോ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് 4 പറഞ്ഞില്ലെങ്കിലും 2 പറഞ്ഞത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതിന്റെ ഉത്തരം ഏതായാലും ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇനിയും കുറച്ചധികം ബോക്സസ് ഉണ്ട്. അടുത്ത് വീണ്ടും ഫോളോയിങ് ആണ്. ഇതിലും ഈ പറഞ്ഞ പോലെ എല്ലാം അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. അതിലിപ്പോ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ ചാൻസ് ഉള്ള 2 ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഒബ്സർവേഷണൽ ലേണിംഗ്. ആരാ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ബന്ധൂര തന്നെ. ഒബ്സർവേഷണൽ ലേണിംഗ് റിലേറ്റഡ് ടു ബന്ധൂര. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആരാ, ഗാൽട്ടൺ അല്ലേ. ഇത് 2 നമുക്ക് ബേസിക് ആയിട്ട് മിക്കവർക്കും അറിഞ്ഞിരിക്കും. അപ്പൊ ഇത് 2 വെച്ചിട്ടാണ് നമുക്ക് ഉത്തരത്തിലേക്ക്, ബാക്കി 2 അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് 2 വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഡി എന്ന് പറയുന്നത് 1. D1 വരുന്നത് ഏതാ, D1 വരുന്നത് 2 ഉണ്ട്. പിന്നെ നമ്മൾ C3 പറഞ്ഞു. C3 മതി, ഉത്തരം കിട്ടി, ഇത്രേ ഉള്ളൂ. പിന്നെ ഏതാ B4. എന്നാലും ബി ഹ്യൂമൻ ഫാക്ടർ എഞ്ചിനീയറിംഗ് ഇസ് റിലേറ്റഡ് ടു ആരാണ്, ബ്രോഡ്ബെൻഡ് ആണ്. അതുപോലെ ജനറ്റിക് എപ്പിസ്റ്റമോളജി പറയുന്നത് പിയാഷെ ആയിട്ടാണ്. ഓക്കെ, അപ്പം ഇതാണ് പറഞ്ഞത്. 2 കിട്ടിയാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എന്നാലും എല്ലാം അറിഞ്ഞിരിക്കാം. അപ്പൊ ഇവിടെ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ബന്ധൂര, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഗാൽട്ടൺ, ഹ്യൂമൻ ഫാക്ടർ എഞ്ചിനീയറിംഗ് ഇസ് റിലേറ്റഡ് ടു ബ്രോഡ്ബെൻഡ്, ജനറ്റിക് എപ്പിസ്റ്റമോളജി റിലേറ്റഡ് ടു ജീൻ പിയാഷെ. ഓക്കെ, ഇവിടെ ഉത്തരം ഏതാണ്, ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഉണ്ടല്ലേ, അതെ, ഓപ്ഷൻ 3 ആണ് ഉത്തരം വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും പെട്ടി തന്നെ മാത്സ്. അതെ അതെ, തെറ്റിയില്ല. ഓക്കെ, വീണ്ടും മാത്സ് ഫോളോയിങ് ആണ്. ഇതിലേതാ വരാ, എന്താ വരാ പറഞ്ഞോ. ഇത് നമുക്ക് വരച്ച് കളിക്കാം. എന്താണ്, ആദ്യം നമുക്ക് എളുപ്പത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ആദ്യം പറഞ്ഞാൽ എളുപ്പമുള്ളത് ചെയ്തിട്ട് അതിന് ഉത്തരം എത്താൻ കിട്ടാൻ നോക്കാം. ഇൻസെന്റീവ് നോക്കാം. എന്താണ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാല്, എന്താണ് ഇൻസെന്റീവ്? അയ്യോ, ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു, 63. ഡ്രോപ്ഡ് ആണോ എന്നൊരു സംശയം. ഓക്കെ, ഇത് ഡ്രോപ്ഡ് ആണ്, വെറുതെ ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്ഡ് ആട്ടോ, ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. 63 ഡ്രോപ്ഡ് ആണ്. നമുക്കൊരു 65 വരെ എത്തിക്കാൻ പറ്റും നോക്കാം. എന്നാ പിന്നെ അടുത്ത സെഷനിൽ നമുക്ക് കുറച്ചുകൂടി ഉണ്ടാവുള്ളൂ. 64 മാത്സ് ഫോളോയിങ് ആണ്. എന്തൊക്കെയാണ് ഇതില് നമുക്ക് ഈസി തന്നെ തുടങ്ങാം. എയിംസ് റൂം നോക്കാം. എയിംസ് റൂം എന്താ, എയിംസ് റൂമിന്റെ കൺസെപ്റ്റ് എന്താ? എയിംസ് റൂമിൽ മെയിൻ ആയിട്ട് നമ്മൾ ഒരാളെ സൈസ് ആണ് അവിടെ നമുക്ക് മാറ്റം തോന്നുന്നത്. ഈ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ചെറുതായിട്ടും മറ്റൊരു സൈഡിൽ നിൽക്കുമ്പോൾ വലുതായിട്ടും തോന്നുന്ന ആ ഒരു സംഭവമാണ് എയിംസ് റൂം. അപ്പൊ അത് എന്താണ്, ഡിസ്റ്റോർട്ട് സൈസ് കോൺസ്റ്റൻസി. ഓക്കെ, C4 ആണ് വരുന്നത്. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും, പിന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്ന് മോഷൻ പിക്ചർ നോക്കാം. അതായത് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സാധനം മൂവ് ചെയ്തിട്ട് അവിടെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മോഷൻ പിക്ചർ എന്ന് പറയുന്നത്. അത് സ്ട്രോബോസ്കോപ്പിക് മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ 2 നമുക്ക് കിട്ടിയ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. B3. ഓക്കെ, B3 2 ഉണ്ട്. ദെൻ നമ്മൾ കണ്ടുപിടിച്ചത് C ആണ്, C4. ഉത്തരം കിട്ടി, B3 C4. പിന്നെ ഫ്രേസേഴ്സ് സ്പൈറൽ വരുന്നത്, ഇത് എല്ലാം കൈൻഡ് ഓഫ് ഇല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാട്ടോ. ഫ്രേസർ സ്പൈറൽ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണും എന്താണ് ഫ്രേസർ സ്പൈറൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു ഇല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് റിലേറ്റഡ് ആയിട്ടുള്ളത് ജസ്റ്റാൾട്ട് ഓഫ് കണ്ടിന്യൂറ്റി ആയിട്ട് നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ ആ ഒരു സംഭവം നിങ്ങൾക്ക് കത്തും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്താണ് ഫ്രേസർ സ്പൈറൽ എന്നുള്ളത്. ആ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് എന്താ, ജസ്റ്റാൾട്ട് ഓഫ് കണ്ടിന്യൂറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ഇല്യൂഷന്റെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രേസർ സ്പൈറൽ. പിന്നെ വിഷ്വൽ ക്ലിഫ്, അത് റിലേറ്റഡ് ടു ക്ലിഫ് ആണ്, ഡെപ്ത് പെർസെപ്ഷൻ ആണ്.
ഇതിലെ ഓപ്ഷൻ 3 ഉത്തരം വരുന്നത്. ഓക്കെ, മാത്സ് ഫോളോയിങ് വന്നത് നിങ്ങൾ രക്ഷപ്പെട്ടു. സിമ്പിൾ ആണ്. ഐ മീൻ ഈ പറഞ്ഞ രണ്ടെണ്ണം ഇറങ്ങി പിന്നെ ബാക്കി ഒപ്പിക്കാം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാ ഇത് നിങ്ങൾ പറഞ്ഞാല് എന്തായിരിക്കും? ടെറാട്ടോജൻ പോട്ടെ. ഇത് ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡർ എന്ന് തുടങ്ങാം. ഈ ഇപ്പത്തുള്ള നാലെണ്ണത്തിൽ ഏതാണ് ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡർ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ ഒന്നും പറയുന്നില്ല ഈ ക്വസ്റ്റ്യനിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തന്നെ പറഞ്ഞു. തേർഡ് വൺ ആണോ? അതെ, തേർഡ് വൺ ആണ്. ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ മദർ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത് വഴി കുട്ടിക്ക് ഉണ്ടാവുന്ന അസുഖത്തിനാണ് നമ്മൾ ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ B3 ആണ്. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട. തേർഡ് വണ്ണ് സെക്കൻഡ് ആണോ അല്ലെങ്കിൽ ഫോർത്തോ? തേർഡ് അമ്നിയോസെന്റസിസാ? അതെ. അമ്നിയോസെന്റസിസ്. ഒരു മിനിറ്റ്. അമ്നിയോസെന്റസിസ് ഐ തിങ്ക് ടെറാട്ടോജൻ വരുന്നത് ഇതാണ്. എ വരുന്നത് 4 ആണ്. ടെറാട്ടോജൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വൈറസ് അല്ലെങ്കിൽ കെമിക്കലാണ് ടെറാട്ടോജൻ വരുന്നത്. ഓക്കെ, അപ്പം സി വരുന്നത് 1 ആട്ടോ. ഹിമോഫീലിയ എന്ന് പറയുന്നത് ഒരു എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആണ്. എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആണ്. അപ്പൊ അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നത് 1 ആണ്. പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ജനറ്റിക് ഡിഫക്ട്. ഓക്കെ, അമ്നിയോസെന്റസിസ് എന്ന് പറയുമ്പോൾ ഈ പ്രീനാറ്റൽ നമ്മളെ വയറ്റിൽ കുട്ടി ഉണ്ടാവുമ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ജനറ്റിക് ഡിഫക്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനാണ് അമ്നിയോസെന്റസിസ് എന്ന് പറയാം. അപ്പൊ അത് 1 ആണ്. അപ്പൊ സി 1 ആണ്. എ ടെറാട്ടോജൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം മോസ്റ്റ്ലി ഈ കുട്ടി വയറ്റിനകത്ത് ഉണ്ടാകുമ്പോഴുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ടെറാട്ടോജൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ആ കുട്ടിക്ക് ഡേഞ്ചർ ആയിട്ട് വരാൻ സാധ്യതയുള്ള എൻവിറോൺമെന്റൽ ഏജൻസ്, ഫോർ എക്സാമ്പിൾ വൈറസ്, കെമിക്കൽ, അതിനെയാണ് ടെറാട്ടോജൻ എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഏജൻസിനെ. പിന്നെ അവിടെ ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡർ പറഞ്ഞു. മദർ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന വഴി ആ ഫീറ്റസിന് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെയാണ് ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. പിന്നെ ഹിമോഫീലിയ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ എക്സ് ലിങ്ക് ജീൻസ് കാരണം ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് ഹിമോഫീലിയ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വരകൾ. ഇനി ഇത് നമുക്ക് ഓരോന്ന് ഏതാ നോക്കാം. എ വരുന്നത് 4. A4 വരുന്നത് താഴോട്ട് പോത്തെ. ഓക്കെ, ഇത് ഒറ്റ ഉത്തരം കിട്ടിയാൽ തന്നെ ഉത്തരം കിട്ടിയിട്ടോ. അല്ലല്ല, A4 വരുന്ന 2 ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു B3 ആണ്. ഓക്കെ, B3, A4 B3. പിന്നെ C1 D2. ഓക്കെ, ഇതന്നെ ഓപ്ഷൻ 2 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാത്സ് ഫോളോയിങ് വന്നതിനാൽ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അസോഷൻ ഞാൻ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോഴും എങ്ങനെ ആൻസർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാത്സ് ഫോളോയിങ് വരികയാണെങ്കിൽ അറിയുന്നത് ആദ്യം ചെയ്യുക, അത് വെച്ച് ബാക്കി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. അസോഷൻ റീസൺ ആണ് വരുന്നതെങ്കിൽ പറഞ്ഞാൽ 2 കറക്റ്റ് ആണോ നോക്കാം. പിന്നെ 2 തമ്മിലുള്ള റിലേഷൻ കറക്റ്റ് ആണോ നോക്കാം. പിന്നെ സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റും വായിക്കാം. അത് അസോഷൻ റീസൺ പോലെ തന്നെയാണ്, പക്ഷെ ആദ്യത്തെ 2 സ്റ്റെപ്പേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ നോക്കിയാൽ മതി. ഇത് തമ്മിലുള്ള റിലേഷൻ ഒന്നും അവിടെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. പിന്നെയും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. ആയിട്ട് നമുക്ക് 1 hour ആയതുകൊണ്ട് ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.